ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപ് നായകനായി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഡിസംബർ 18 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, ബൈജു, ബാലു വർഗീസ്, സിദ്ധാർത്ഥ് ഭരതൻ, റെഡിൻ കിങ്സ്ലി എന്നിവരോടൊപ്പം മലയാളത്തിന്റെ മഹാതാരം മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. വമ്പം പ്രമോഷനോടെ തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം മികച്ച പ്രീസെയിൽ കളക്ഷനും ആഗോള കളക്ഷനും നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 4,34,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് പിന്നീടുള്ള ഓരോ ദിവസവും അഡ്വാൻസ് ബുക്കിങ്ങിൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാം ദിവസം പ്രീസെയിൽ കളക്ഷനായി 1,56,00,000 കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച പ്രീസെയിൽ കളക്ഷനായി 1,50,00,000 രൂപയും നേടിയെടുത്തിരുന്നു. നാലാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രീസെയിൽ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 1,30,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കളക്ഷന്റെ കാര്യത്തിലും ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് പിന്തുടരുന്നത്. ആ ദിവസം കേരളത്തിൽ 7,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസം കളക്ട് ചെയ്തത് 3,60,00,000 രൂപയായിരുന്നു. 2 ദിവസം കൊണ്ട് 10,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,36,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 14,16,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഈ സിനിമയ്ക്ക് ആദ്യ ദിവസത്തിനപ്പുറം ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സാക്കിനിക്ക് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന കളക്ഷൻ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 27,80,00,000 രൂപയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 16ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 37,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 34,77,00,000 രൂപയാണ് ഈ സിനിമയുടെ 16 ദിവസത്തെ കേരള കളക്ഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 17ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കാനായിട്ടുണ്ട്. ഇന്ന് മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് 1,200 മുതൽ 1,500 വരെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ കൂടുമെന്ന് ഇതിനകം ഉറപ്പായിട്ടുണ്ട്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഒന്നും ഈ കഴിഞ്ഞ 4-5 ദിവസമായി പുറത്തു വന്നിട്ടില്ല. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്ര നേട്ടം കുറിച്ച് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യ താർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ചിത്രം തിയേറ്ററിലെത്തി ഇന്ന് ഞായറാഴ്ചയോടെ 17 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തുടർച്ചയായി 17 ദിവസവും 20 കോടിയുമുള്ള കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന ഖ്യാതി സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ 24,25,000 രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 16 ദിവസം കൊണ്ട് 3,90,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 16 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 620,75,00,000 രൂപയും വിദേശ കളക്ഷൻ 170 കോടി രൂപയുമാണ്. 16 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 790,75,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നവംബർ 21 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, വിനീത്, നരേൻ, ബിനു പപ്പു, ബിയാന മോമിൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 30ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 23,40,00,000 രൂപയാണ് ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 30 ദിവസം കൊണ്ട് ഈ സിനിമയുടെ കേരള കളക്ഷൻ. നാളെ തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജെയിംസ് കാമറൂണിന്റെ അവതാർ ഫയർ ആൻഡ് രാഷ് തിയേറ്ററിലെത്തിയത് ഡിസംബർ 19 വെള്ളിയാഴ്ചയാണ്. കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എന്നിങ്ങനെ 4 ഭാഷാ പതിപ്പും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ആ ദിവസം കേരളത്തിൽ 1,30,00,000 രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 1,20,00,000 രൂപയുമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 2,50,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമയുടെ 2 ദിവസത്തെ നെറ്റ് കളക്ഷൻ 41,25,00,000 രൂപയും ഗ്രോസ് കളക്ഷൻ 50 കോടി രൂപയുമാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 1,250 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.